إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മനുഷ്യരുടെ പരസ്യവും രഹസ്യവുമായ ജീവിതം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യരെ മൂന്നായി നമുക്ക് വിഭജിക്കാൻ പറ്റും. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരുടെ രഹസ്യത്തിലും അവരുടെ പരസ്യത്തിലും തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളായിരിക്കും, ഫാസിഖ്യങ്ങളായിരിക്കും, തെമ്മാടികളായിരിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ രഹസ്യത്തിലും അവരുടെ പരസ്യത്തിലും അവർ അള്ളാഹുവിനെ ഒരുപോലെ ഭയപ്പെടുന്നവരായിരിക്കും. അള്ളാഹുവിൽ യഥാർത്ഥമായി വിശ്വസിച്ച് ആ രൂപത്തിൽ അവരുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും യാതൊരു വ്യത്യാസവും ഇല്ലാതെ പോകുന്നവരായിരിക്കും. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ പരസ്യ ജീവിതത്തിൽ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കും, ആളുകളുടെ മുമ്പിലൊക്കെ നല്ല തഖ്വയോടുകൂടെ തന്നെ ജീവിക്കും, എല്ലാ ഹറാം ഹലാലുകളൊക്കെ അവർ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവുക. പക്ഷേ അവരുടെ രഹസ്യ ജീവിതത്തിൽ എമ്പാടും തിന്മകൾ നിറഞ്ഞിരിക്കുകയായിരിക്കും. അവരുടെ രഹസ്യ ജീവിതത്തിൽ അവർക്കൊരു പുതിയ മുഖം അവർക്ക് കാണുവാൻ സാധിക്കും. അവരുടെ പരസ്യ ജീവിതത്തിലുള്ള മുഖമായിരിക്കുകയില്ല. അവർ ഒറ്റക്കാകുന്ന, അള്ളാഹുവും അവരും ഒറ്റക്കാകുന്ന സന്ദർഭത്തിൽ അവർ പ്രദർശിപ്പിക്കുക അവർക്ക് മറ്റൊരു മുഖം ഉണ്ടായി. അവരാണ് മുനാഫിഖ് എന്ന് വേണമെങ്കിൽ, കപടൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ രൂപത്തിൽ, മൂന്ന് രൂപത്തിലാണ് മനുഷ്യന്മാർ അവരുടെ രഹസ്യവും പരസ്യവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിഭജിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ്? നമ്മൾ ഇതിൽ രഹസ്യത്തിലും പരസ്യത്തിലും തിന്മ ചെയ്യുന്നവരാണോ? അതല്ല രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണോ? അതല്ല രഹസ്യത്തിൽ തിന്മകൾ ചെയ്ത് പരസ്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആ രൂപത്തിലുള്ള ആളുകളാണോ? നമ്മൾ ആത്മാർത്ഥമായി നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ഒരുപക്ഷെ നമ്മളാരും രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ തിന്മകൾ ചെയ്യുന്ന നാട്ടിലുള്ള ഫാസിഖ്യങ്ങൾ, നാട്ടിലുള്ള തെമ്മാടികളെ പോലെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി നമ്മളൊന്ന് പരിശോധിക്കേണ്ടുന്ന വിഷയം നമ്മളുടെ രഹസ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്നാണ്. ആരാരും നമ്മളെ കാണുന്നില്ല, അള്ളാഹു മാത്രം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി ഒരു സ്വയം വിചാരണ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മരണവേളയിൽ അടുത്ത ഖലീഫയെ നിശ്ചയിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച്
അഭിപ്രായങ്ങൾ ആരാഞ്ഞു പല സഹാബാക്കളോടും. ആ വേളയിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാചകം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഉമറിന്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഉത്തമമാണ് എന്ന്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രഹസ്യമായ ജീവിതമാണ് പരസ്യമായി അല്ലാഹുവിനെ ഭയപ്പെടുന്നതിനേക്കാൾ അദ്ദേഹം ഉത്തമമായിക്കൊണ്ട് ജീവിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഉത്തമമാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരുപോലെയാണ് എനിക്ക് രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് എന്ന് പറയാനെങ്കിലും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ തആല ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അജ്സാദുകളിലേക്ക്, നിങ്ങളുടെ ജിസ്മിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്കോ അതുപോലെ തന്നെ നിങ്ങളുടെ ധനത്തിലേക്കോ ഒന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. വലാകിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, രഹസ്യം, നമ്മുടെ ഹൃദയം മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, അതുപോലെ തന്നെ നമ്മുടെ രഹസ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അത് ഏതെല്ലാം രൂപത്തിൽ മൂടി വെച്ചാലും, ആരെല്ലാം കാണാത്ത രൂപത്തിൽ നമ്മൾ അത് അടച്ചു വെച്ചാലും, അതെല്ലാം പുറത്തു വരുന്ന, മറനീക്കി പുറത്തു വരുന്ന, നമ്മുടെ മുഖമൂടികൾ അഴിഞ്ഞു വീഴുന്ന ഒരു ദിവസം നമ്മിലേക്ക് വരാനുണ്ട്. ആ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നത് യൗമ തുബ്ലസ് സറായിർ. നമ്മുടെ രഹസ്യങ്ങളെല്ലാം, നമ്മുടെ രഹസ്യ ജീവിതമെല്ലാം പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസം നമ്മിലേക്ക് വരാനുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. നമ്മുടെ രഹസ്യ ജീവിതം മോശമാണ് എങ്കിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ വൃത്തികേടുകൾക്കും ആഭാസത്തരങ്ങൾക്കുമാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത് എങ്കിൽ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അതിൻ്റെ നഷ്ടം പൂർണ്ണമായും വഹിക്കേണ്ടി വരുന്നത് നമ്മൾ ഓരോരുത്തരായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു തആല ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അള്ളാഹുവിൻ്റെ തണൽ മാത്രമുള്ള ഒരു ദിവസത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തണലിട്ട് കൊടുക്കും. ആ 7 വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് ഒന്നാമത് പറഞ്ഞത് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. രണ്ടാമത് പറഞ്ഞത് ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാ, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിക്കൊണ്ട് വളർന്നു വന്ന ഒരു യുവാവ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, അതുപോലെ തന്നെ ഹൃദയം മസ്ജിദുകളുമായി കൂട്ടിയിണക്കപ്പെട്ട വ്യക്തി. നാലാമത് പറഞ്ഞു വറജുലാനി തഹാബ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. 2 പേർ അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്നേഹിച്ചു, ആ അല്ലാഹുവിനോടുള്ള സ്നേഹത്തിലായിക്കൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നിന്ന് അവർ വിട പറഞ്ഞു പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള ആളുകൾക്കാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അഞ്ചാമതായി അവിടുന്ന് പറഞ്ഞു വറജുലുൻ ദഅതുഹു ഇംറഅതുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു സ്ത്രീ ഒരു വൃത്തികേടിന് വേണ്ടി ക്ഷണിച്ചു. സൗന്ദര്യമുള്ള, എല്ലാ തറവാടിത്തവുമുള്ള ഒരു സ്ത്രീ ഒരു വൃത്തികേടിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നുണ്ട് എന്ന്. അഞ്ചാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരു വ്യക്തി അദ്ദേഹം സദഖ നൽകി, അത് ഏറ്റവും ഗോപ്യമായി രഹസ്യമാക്കി വെച്ചു. എത്രത്തോളം? ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, എന്താണ് തന്റെ വലത് കൈ കൊടുത്തത് എന്ന് ഇടത് കരം പോലും അറിയാത്ത രൂപത്തിൽ ചിലവഴിച്ചു. ഏഴാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാദത് ഐനാഹു. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒറ്റയ്ക്കിരുന്നപ്പോൾ അവൻ ഓർത്തുപോയി, അവന്റെ 2 കണ്ണുകളും ഈറനണിഞ്ഞു പോയി. അങ്ങനെയുള്ള ഒരു മനുഷ്യനും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിൽ പരാമർശിച്ച അവസാനത്തെ 3 വിഭാഗത്തിന്റെയും ഒരു സ്വഭാവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അവരുടെ രഹസ്യത്തിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടു എന്നാണ്. ആ ഒരു സ്ത്രീ ക്ഷണിച്ചപ്പോൾ പോകാതിരുന്നവനും, തന്റെ സ്വതക്കകൾ മറ്റാരും അറിയാതെ കൃത്യമായി എത്തിച്ചവനും, അതുപോലെ തന്നെ
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് ഓർത്ത് കണ്ണുകൾ ഈറനണിഞ്ഞ മനുഷ്യരും ആ 3 വിഭാഗം ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യമായി സൂക്ഷിച്ചവരാണ്. രഹസ്യമായി അള്ളാഹുവിനെ സൂക്ഷിച്ചു എന്നാണ് ഈ 3 ആളുകളുടെയും ഗുണമായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും നിമിഷത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ നിമിഷങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കുക, ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുക, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക. നാളെ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വെക്കാൻ പറ്റുന്ന സുന്ദരമായ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആത്മാർത്ഥമായി ഞാൻ എന്നോടും നിങ്ങളോടും ഒന്ന് ചോദിച്ചു നോക്കുക. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നമുക്ക് അങ്ങനത്തെ നിമിഷങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആരും അറിയാത്ത സ്വതക്കകൾ, ആരാരും കാണാത്ത സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം തന്നെ അത് പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ്. രഹസ്യം നന്നാക്കിയിട്ടുണ്ടോ? നാളെ ഖിയാമത്ത് നാളിൽ വമ്പിച്ച പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടം കയറിയപ്പോഴും പല പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നാളെ എനിക്കൊരു വിചാരണ ദിവസം വരാനുണ്ട്. ഖബർ മുതൽ തുടങ്ങുന്ന മഹ്ശറിൽ നിൽക്കേണ്ടുന്ന സ്വർഗ്ഗനരകങ്ങളിലേക്ക് ആളുകളെ വേർതിരിക്കുന്ന ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട് എന്നോർത്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ നിമിഷങ്ങൾ നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ഞാൻ എന്നോടും നിങ്ങളോടും ഞാൻ ചോദിക്കുകയും, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. എല്ലാ ഖുതുബകളിലും നമ്മൾ കേൾക്കുന്നൊരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ ഹറക്കത്ത് സക്കനാത്തുകളും, നമ്മുടെ എല്ലാ ചലനങ്ങളും ചലനമില്ലായ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലായ്പ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഒരു കവി പാടിയതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ എങ്ങാനും ഒറ്റക്കായി കഴിഞ്ഞാൽ നീ ഒരിക്കലും പറഞ്ഞു പോകരുത് ഞാൻ ഒറ്റക്കായിട്ടുണ്ട്. വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ പറയേണ്ടത് എന്താണ്? സദാസമയം എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റഖീബായ, എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അല്ലാഹു ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം, നീ പറയണമെന്നാണ് ഒരു കവി തന്നെ പാടിയതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്തു കൂട്ടിയതായ തിന്മകളുടെ കണക്കുകൾ, നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും നമ്മൾ വായിച്ചതും ചിന്തിച്ചതുമായ മുഴുവൻ തിന്മകളും ഒരുപക്ഷെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരിക്കലും അതൊന്നും മറന്നുപോയിട്ടോ അതൊന്നും വിട്ടുകളഞ്ഞിട്ടോ ഇല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അതെല്ലാം കൃത്യമായ രേഖയിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. ളാലിമീങ്ങളായ അക്രമികളായ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നീ വിചാരിക്കരുത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. അവരുടെ കണ്ണുകൾ അഞ്ചിപ്പോകുന്ന ഒരു ദിവസം അവർക്ക് വരാനുണ്ട്, അതുവരേക്കും അവർക്ക് നീട്ടിക്കൊടുത്തതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളാരും നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്നില്ല, രഹസ്യത്തിൽ അങ്ങനെ തിന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു പ്രയാസവും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല എന്നാണോ നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നമുക്ക് വരാനുണ്ട്, അന്ന് നമുക്കൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് അല്ലാഹു തന്നെ പറയാണ്, യഅലമു സിർറക്കും വജഹറക്കും വയഅലമു മാ തക്സിബൂൻ. നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ പരസ്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു കൃത്യമായി അറിയുന്നുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. അവന്റെ നഫ്സ് എന്താണോ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലും ഞാൻ അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ഠനാടിയേക്കാൾ, അവന്റെ ജീവനാടിയേക്കാൾ അടുത്തുള്ളവനാണ് ഞാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം ഒരു മനുഷ്യനില്ല എങ്കിൽ ആ മനുഷ്യൻ നന്നാവൂല. ഈ ഒരു ബോധ്യം മാത്രമാണ് ഏതൊരു മനുഷ്യനെയും സ്വാലിഹായി മുഅ്മിനായി ഈ ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. മറ്റേത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, മറ്റേത് കാര്യം, മാതാപിതാക്കളെ പേടിച്ചോ അല്ലെങ്കിൽ ഭർത്താവിനെ പേടിച്ചോ ഭാര്യയെ പേടിച്ചോ മക്കളെ പേടിച്ചോ നാട്ടുകാരെ പേടിച്ചോ ഏതെല്ലാം കാര്യങ്ങളെ നമ്മൾ പേടിച്ചുകൊണ്ടാണോ നമ്മൾ
ചെയ്യാതിരിക്കുന്നത്, തിന്മകൾ ചെയ്യാതിരിക്കുന്നത്, അതൊക്കെ മാറി നമ്മൾ ആ തിന്മ ചെയ്യും. പക്ഷേ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്, അവൻ്റെ വിചാരണയെ ഞാൻ നേരിടേണ്ടി വരും എന്നുള്ളൊരു ബോധ്യം, ഒരു ഭയം നമുക്കുണ്ട് എങ്കിൽ അത് മാത്രമാണ് തിന്മകളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ നമ്മളെ സഹായിക്കുന്ന കാര്യം. സൂറത്തുൻ നബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. അവർ ഹിസാബിനെ പ്രതീക്ഷിക്കുമായിരുന്നില്ല. അവർ പ്രതീക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ലാന്നല്ല, എല്ലാവർക്കും അറിയാം. അള്ളാഹ് ഉണ്ട്, അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് കേൾക്കുന്നുണ്ട്, അള്ളാഹ് അറിയുന്നുണ്ട്, അള്ളാഹുടെ വിചാരണ ഉണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അള്ളാഹു പറയാണ് ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. അതിന്റെ വിശദീകരണമായി പണ്ഡിതൻ പറഞ്ഞു, ഐ ലാ യഖാഫൂന ഹിസാബ. അറിയില്ലായിരുന്നല്ല, അവർക്കതിനെ ഗൗരവപൂർവ്വം അവർ ഭയപ്പെട്ടിരുന്നില്ല എന്നാണ്. ഗൗരവപൂർവ്വം ഭയപ്പെട്ടിരുന്നില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെട്ടാലും നമ്മൾ ഭയപ്പെട്ടില്ലെങ്കിലും, നമ്മൾ അംഗീകരിച്ചാലും നമ്മൾ അംഗീകരിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു ദിവസം നമ്മിലേക്ക് കടന്നു വരാനുണ്ട്. നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും ഈ ഭൂമിയും നമ്മുടെ തൊലികളും എല്ലാം നമുക്കിതിൽ സാക്ഷി പറയുന്ന ഒരു ദിവസം നമ്മിലേക്ക് കടന്നു വരാനുണ്ട്. സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഇന്നേ ദിവസം അവരുടെ വായകൾക്ക് ഞാൻ സീല് വെക്കുന്നതാണ്. വതുകല്ലിമുനാ ഐദീഹിം. അവരുടെ കരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. വതഷ്ഹദു അർജുലുഹും. അവരുടെ കാലുകൾ നമുക്ക് വേണ്ടി സാക്ഷി പറയുന്നതാണ്. ബിമാ കാനൂ യക്സിബൂൻ. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതിന് അവർ സാക്ഷി പറയുമെന്നാണ്. നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും നമുക്കെതിരാകുന്ന ഒരു ദിവസം നമ്മിലേക്ക് കടന്നു വരാനുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊലികൾ പോലും നമുക്കെതിരാകുന്ന ദിവസം വരാനുണ്ട്. അള്ളാഹു പറയാണ്, ഹത്താ ഇദാ മാ ജാഊഹ. അവർ ആ ദിവസത്തിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവരുടെ കേൾവിയും അവരുടെ കാഴ്ചയും അവരുടെ തൊലികൾ പോലും അവർക്ക് എതിരായിക്കൊണ്ട് സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ആ കാഫിരീങ്ങളായ ആ നിഫാഖുള്ള ആളുകൾ പറയും, ഖാലൂ ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈനാ. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിൽ സാക്ഷി പറഞ്ഞിട്ടുള്ളത്? അവർ പറയും, ഖാലു അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈ. എല്ലാത്തിനെയും സംസാരിപ്പിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത് എന്ന് അവർ പറയുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു ദിവസമായി, ചെറിയൊരു നിമിഷങ്ങളായി നമ്മൾ അതിനെ കണക്കാക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്കെല്ലാം കടന്നു വരാനുള്ള ഒരു ദിവസമാണ്. സൂറത്തുൽ സൽസലയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അന്നേ ദിവസം ആ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങും. ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അതിന്റെ റബ്ബ്, നിന്റെ റബ്ബ് അതിന് വഹി നൽകി എന്നുള്ളതിന്റെ പേര്, അതിന് ബോധനം നൽകിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് ഭൂമിയിൽ വെച്ചാണോ നമ്മൾ ചെയ്തത്, ആ ഭൂമി നമുക്കെതിരിൽ സാക്ഷി പറയും. നമ്മുടെ റൂമിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ടാണോ നമ്മൾ ചെയ്തത്, അതല്ല റിസോർട്ടിലാണോ നമ്മൾ ചെയ്തത്, അതല്ല കള്ള് ഷാപ്പിലാണോ നമ്മൾ ചെയ്തത്, എവിടെയായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ആ ഭൂമി മുഴുവൻ നമുക്കെതിരിൽ സാക്ഷി പറയുന്ന ഒരു ദിവസം നമ്മിലേക്കൊക്കെ കടന്നു വരാനുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പറഞ്ഞു തന്നുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാളെ സത്യനിഷേധികളായ ആളുകളുടെ വിലാപത്തെ സംബന്ധിച്ച് ഇന്ന് പോലും നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടാകും. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു പറയാണ്, വയഖൂലൂന. ആ കാഫിരീങ്ങളായ ആളുകൾ പറയും, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. എന്തൊരു ഗ്രന്ഥമാണിത്, ഇതിൽ ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു കാര്യവും തന്നെ വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ല അഹ്സാഹ. അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. നമ്മളൊരു കട്ടുനോട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു കണ്ണിമ വെട്ടി ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് വിശുദ്ധ ഖുർആനിലൂടെ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാവിധ ചിന്തകളും ആലോചനകളും എല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാളെ വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് സൂറത്തുൽ ഹാഖയിലൂടെ അള്ളാഹു അവിടെ പരിചയപ്പെടുത്തി, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി. ആരുടെ വലത് കൈയിലാണോ അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത്, ഫയഖൂലു ഹാ ഉഖറഉ കിതാബിയ. അവർ പറയും, ഇതാ എൻ്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് പിടിക്കൂ, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് പറയാണ്, ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഞാൻ എൻ്റെ ഹിസാബ്, ഞാൻ എൻ്റെ വിചാരണ ദിവസത്തെ കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന്. സത്യവിശ്വാസികളായ ആളുകൾ അവർ
അഭിമാനത്തോടുകൂടി പറയും, ഇതാ എൻ്റെ പുസ്തകം, ഇതാ എൻ്റെ ഗ്രന്ഥം, ഇതാ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ എൻ്റെ രഹസ്യത്തിലും എൻ്റെ പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്തതായ സൽക്കർമ്മങ്ങൾ ഇതിലുണ്ട്, നിങ്ങൾ വായിച്ചു കൊള്ളുക എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബിദാ. ഒരു വിഭാഗം ആളുകളെ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില വിഭാഗം ആളുകളെ എനിക്കറിയാം. അവർ നാളെ ഖിയാമത്ത് നാളിൽ തിഹാമ പർവ്വതത്തോളം സൽക്കർമ്മങ്ങളുമായി നാളെ ഖിയാമത്ത് നാളിൽ വരും. ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മങ്ങളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി കളയും. സുബൈർ റളിയല്ലാഹു തആല പറഞ്ഞു, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തന്നാലും, ഒന്ന് വിശദീകരിച്ച് തന്നാലും, ഞങ്ങൾ അറിയാതെ പോലും അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതികും. അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുന്നില്ലേ, അതുപോലെ രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകളുമാണ് അവർ. എന്നിട്ട് പറഞ്ഞു, വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹാ. പക്ഷേ അവർ ഒരു സമൂഹമാണ്, അവരെങ്ങാനും ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ, എല്ലാ ഹറാമു ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അവർ ഇസ്ലാമിൻ്റെ അതല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചതായ ഒരു ഹുദൂദുകളെയും ഒരു പരിധികളെയും ഗൗനിക്കാതെ, അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാ ഹറാമുകളിലും മുഴുകി ജീവിക്കുന്ന ആളുകളാണ് അവർ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. അവരെ പരസ്യമായി കൊണ്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ട് നാളെ ആഖിറത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം പൊട്ടിപ്പാളീസാകുന്ന, പാപ്പരായി പോകുന്ന ആളുകളായിട്ട് നമുക്ക് എന്താണ് കാര്യമുള്ളത്? അതുകൊണ്ട് തിന്മ സംഭവിക്കൂല എന്നൊന്നല്ല, തിന്മ സംഭവിക്കും. പക്ഷേ എപ്പോൾ തിന്മ സംഭവിച്ചാലും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങാനുള്ള ഒരു ഹൃദയം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. അതില്ല എങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. നമ്മൾ കണ്ണടച്ചത് മുതൽ കാണുന്ന ലോകം അത് നമ്മളിപ്പോൾ ജീവിച്ചിരുകൊണ്ടിരിക്കുന്ന, നമ്മൾ പരസ്പരം വഞ്ചിച്ചും ചതിച്ചും കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമല്ല, നമ്മുടെ നിയന്ത്രണത്തിലോ മറ്റോ ഒന്നുമുള്ള ഒരു ലോകമല്ല നമ്മൾ കണ്ണടച്ചത് മുതൽ നമുക്ക് നേരിടാനുള്ളത് എന്നൊരു ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.